അതെ, ഇന്നത്തേതൊരു വിസ പുതുക്കിയ കഥയാണ് കേട്ടോ. ഞാൻ ഷാർജ റോളയിൽ നിന്നാണ് കയറുന്നത്. ബസ്സിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം ഓടി വന്ന് കയറുകയാണ് ചെയ്തത്. അപ്പോൾ ഷാർജയിൽ നിന്ന് ഒമാൻ ബോർഡറിലേക്കാണ് യാത്ര. അപ്പോൾ വിസ കഴിയാനായിരുന്നു. അപ്പോൾ നമ്മൾ നിൽക്കുന്ന UAE നിന്ന് വേറൊരു രാജ്യത്തേക്ക് എക്സിറ്റ് ആയിട്ട് പിന്നെ എൻട്രി അടിച്ച് വരണം. അങ്ങനെയാണ് വിസ പുതുക്കൽ. അപ്പോൾ ഒമാനിലേട്ടാണ്. മരുഭൂമികളും ഇങ്ങനെയുള്ള മലകളും എല്ലാം കടന്ന് നമ്മൾ പോവുകയാണ്. ഇതൊക്കെ കാണാനുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുത്തില്ല. അങ്ങനെ നമ്മൾ ബോർഡർ എത്താറായപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു. പിന്നെ നമ്മുടെ ഇതിപ്പോൾ ഒമാൻ ബോർഡറാണിത്. അക്കോമഡേഷനിലായിട്ട് പോവാണ്. അതിന് മുന്നേ ഫുഡ് കഴിക്കാൻ കയറിയിട്ട് എൻ്റെ പാക്കേജിലുള്ള ചിക്കൻ ബിരിയാണി ആയിരുന്നു ഇത്. അത് ഞാൻ കഴിച്ചു. അപ്പോൾ ലേഡീസിനെ മാത്രം വേറൊരു സ്ഥലത്തേക്ക് ബസ്സിൽ കയറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അക്കോമഡേഷൻ ഇവിടെയാണ് നമ്മൾ താമസം. പക്ഷേ അത്യാവശ്യം നീറ്റൊക്കെ ആയിരുന്നു കേട്ടോ. വിജനമായ ഒരു സ്ഥലമാണ്, അത്രയേ ഉള്ളൂ. മാനത്തുള്ള അമ്പിളിമാമനെ കയ്യെത്തി പിടിക്കാൻ നോക്കിയതാണ്, നടന്നില്ല. അപ്പോൾ വൈകുന്നേരം ഞാനൊരു ബണ്ണ് കഴിച്ചിട്ട് കിടന്നു. പിറ്റേ ദിവസം രാവിലെയായി. എൻ്റെ വിസ വരാത്തത് കൊണ്ട് ഒരു ദിവസത്തെ സ്റ്റേ കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഗീ റോസ്റ്റാണ് പറഞ്ഞത്. പിറ്റേ ദിവസം ഉള്ള ഫുഡും അക്കോമഡേഷനും എല്ലാം നമ്മൾ പേ ചെയ്യണം. 20 ദിറംസാണ് ഒരു ദിവസത്തെ സ്റ്റേക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്രോഷറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ബിഗിനറാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. എനിക്ക് ഇൻട്രസ്റ്റൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പൊക്കോളും. ഇത് ഞാൻ ഒറ്റയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പം ഓർഡർ എടുത്തിട്ടൊക്കെ പോയി. ഞാനൊന്നും ഓർഡർ ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ഒരു സാൻഡ്വിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നിട്ട് ഞാൻ അടുത്ത പരിപാടി കയറി ഒരു മാറ്റാണ്. ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് വരുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരിക്കും. ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും രാവിലെ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞ പൊറോട്ട സാൻഡ്വിച്ച് എന്ന് പറഞ്ഞു. പക്ഷെ പൊറോട്ട റോളാണ് വന്നത്. നല്ല കഴിക്കാൻ കിട്ടിയതല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും തിരിച്ച് പുറപ്പെടുകയാണ്. എനിക്ക് ഒരു ദിവസത്തെ സ്റ്റേ ഉണ്ടായിരുന്നു. വിസ വന്നില്ലായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മൾ വിസ വന്നപ്പോൾ രാവിലെ ഞങ്ങൾ പുറപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നമുക്ക് ഇമിഗ്രേഷനിൽ നമുക്ക് വീഡിയോ ഫോൺ യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. സ്പോട്ടിൽ ഫൈൻ അടിക്കും. അപ്പോൾ നമ്മൾ നല്ല വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോസ് എനിക്ക് ഷാർജ വിസയാണ് അടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാം കഴിഞ്ഞ് ഒമാൻ എക്സിറ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പോവാണ്. എനിക്ക് ഷാർജ വിസയാണ് അടിച്ചത്. കുറച്ച് ട്രക്കുകൾ മാത്രം നമ്മളിങ്ങനെ പാസ് ചെയ്തു. അത് മാത്രമേ ഉള്ളൂ, വേറൊരു ഇതുമില്ല. നമ്മൾ പോകുന്ന വഴിക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് കാളനെ ഒന്നും കാണാനില്ല. കുറച്ച് ട്രക്കുകൾ മാത്രം നമ്മളെ പാസ് ചെയ്ത് പോകും. അത്രയേ ഉള്ളൂ. നമ്മൾ പതിയെ ശ്രദ്ധിച്ചോളുക. ഒരു ജോഡി ഡ്രസ്സ് എപ്പോഴും കയ്യിൽ ഇന്നലെ രാവിലെ പോയതാണ്. അപ്പോൾ സ്റ്റേ ചെയ്യേണ്ടി വൈകുന്നേരമായി. ഞാൻ പോകത്തില്ലേ നമ്മൾ വൈകുന്നേരം ചായ കുടിക്കാൻ സ്ഥലത്ത് നിർത്തിയായിരുന്നു. ഞാൻ ചായ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ വീണ്ടും 60 ദിവസത്തെ വിസയാണ് കേട്ടോ. എത്താറായി. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വിസ എനിക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ആകുമെന്നാണ് ഡ്രൈവറേട്ടൻ പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതാ സൂര്യൻ അത് അസ്തമിച്ചുകൊണ്ട്. ഇന്നലെ രാവിലെ ഞാൻ പോയതാണ്. അപ്പം ഇന്ന് രാത്രിയായി, വൈകുന്നേരം ആയപ്പോഴാണ് സ്ത്രീകളെ സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ പതിയെ ഷാർജയിലിട്ട് കഷ്ടപ്പാടാണ് ഈ വിസ പുതുക്കൽ. ഞാനവിടെ ചെന്നപ്പോൾ അവിടെ ഒരു റോളയിലാണ് ഞാൻ ഇറങ്ങുന്നത്. 8-9 ദിവസമായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അവിടെ നിൽക്കുന്ന വിസ വരാതെ വെയിറ്റിങ്ങിൽ 8-9 ദിവസമായിട്ട്. അങ്ങനെ വേറെയും 1-2 പേരെ കണ്ടു. 3-4 ദിവസമായിട്ടൊക്കെ അവിടെ പെട്ടെടുക്കുന്നവരെ കണ്ടു കേട്ടോ. നമ്മളെടുക്കുന്ന പാക്കേജിൽ നമുക്ക് ഒറ്റ ദിവസത്തെ അക്കോമഡേഷനും ഫുഡേ കാണുള്ളൂ. ബാക്കി നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് തന്നെ നിൽക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ റൂമിലേക്ക് പോവാണ്. ഒരു വിസ പുതുക്കാൻ എനിക്ക് പോവാൻ താല്പര്യമില്ല. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വന്നത്. നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഉറക്കവും ശരിയാവില്ല. ട്രാവലിങ് ടയേർഡായി ആകെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് UAE നിൽക്കണം എന്നുണ്ടെങ്കിൽ വിസ വേണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റ ബൈ ബൈ.